ഞാൻ ജാനിഷ്, കൊണ്ടോട്ടിയിലാണ് വീട്. എഡാപ്റ്റിലെ KLPയുടെ 6th ബാച്ച് സ്റ്റുഡൻ്റാണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പുറത്തു പോകാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ നല്ലൊരു കരിയർ പ്ലാൻ ചെയ്യണമെന്നെങ്കിൽ ഒരു ഉള്ളിലൊരു തോന്നൽ. അങ്ങനെ അതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ എഡാപ്റ്റിൻ്റെ TLP പ്രോഗ്രാമിൻ്റെ ആഡ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഒരു റൈറ്റ് വേ ചിലപ്പോൾ ഇതായിരിക്കാം എന്നുള്ളത്. എഡാപ്റ്റിലെ 6th ബാച്ചായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. TLPയുടെ അത് ഞങ്ങൾ ഫസ്റ്റ് ടൈം നമുക്ക് യാതൊരു കോഡിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇതിനെ ചിന്തിക്കുമ്പോൾ ഒരു ഇത്തിരി ഭയം ഉണ്ടാവുള്ളില്ലേ. അപ്പോൾ ഇത് എനിക്ക് പറ്റുമോ എന്നുള്ളൊരു സെൽഫ് ഫിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സമയത്ത് ഇവിടെ ഇപ്പോൾ ജിതിനാൽ ഞങ്ങൾ എഡാപ്റ്റിൻ്റെ CT ആണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി കുറച്ച് വ്യത്യസ്തമാണ്. അതായത് സെൽഫ് ലേണിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് സെൽഫ് ലേണിംഗ് എന്നും അല്ലെങ്കിൽ നമ്മളൊരു മെൻറ്റർ ഏത് രീതിക്കാണ് നമ്മൾ ടീച്ച് ചെയ്യേണ്ടതെന്നും എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായി തുടങ്ങിയത്. ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഒരേ മെൻറ്റാലിറ്റി ആയിരുന്നു. പെട്ടെന്നൊരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോകണം, ജോലി കണ്ടെത്തണം, അതായിരുന്നു ആദ്യത്തെ മുന്നിലുള്ള ലക്ഷ്യം. പിന്നെയാണ് TLP പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും കിട്ടിയപ്പോൾ ഡെവലപ്പിംഗ് ഫീൽഡിലേക്ക് പോകുന്നതിലുപരി നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ അതേ മെൻറ്റാലിറ്റിയുള്ള രണ്ടുപേരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അതാണ് ഷിഹാനും ഫാദിലൊക്കെ. അങ്ങനെ ഞങ്ങൾ പുതിയ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലട്ടർ പഠിച്ചു. ഫ്ലട്ടറിന് ശേഷം ആ ഒരു സമയത്താണ് ഷിഹാനെ ഞങ്ങൾക്കൊരു വർക്ക് കൊണ്ടുവരുന്നത്. ആ ക്ലയൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സായ ജാനിഷിനോടും ഫാദിലിനോടും ഈ സംഭവം ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് രണ്ടുപേരെ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയോടുകൂടി എനിക്കൊരു കോൺഫിഡൻസ് ആയി ഇത് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാനും ജാനിഷും ഫാദിലും കൂടി ഫസ്റ്റ് മീറ്റിംഗ് ഇരുന്നു, ഈ ക്ലയൻറ്റ് മീറ്റിംഗ് ഇരുന്നു. അത് ഞങ്ങളൊരു ബിസിനസ് മോഡലിലേക്ക് മേക്ക് ചെയ്ത് അവരൊന്നും കൂടെ പോയി കണ്ടു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ബിസിനസ് മോഡൽ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവരെ ബിസിനസ് ഇനി നമ്മൾ എങ്ങനെയാണ് റൺ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇനി അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു phase 1, phase 2, phase 3 എന്നുള്ള സ്ട്രക്ചറിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു. ആ രീതിക്ക് കേൾക്കുമ്പോഴാണ് വേറെ നമുക്കൊരു പ്രൊപ്പോസൽ വരുന്നത് അവരുടെ അടുത്ത് നിന്ന്, വേറൊരു ഡീലും കാര്യങ്ങളും ഒരു കൊളാബറേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ 3 പേരും ഡിസ്കസ് ചെയ്ത് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അവർ നമ്മളായിട്ടൊരു ഓഫീസ് ഡെൽറ്റ വെഞ്ചേഴ്സ് തന്നെ ഒരു ഓഫീസ് ഇടുക എന്നുള്ളൊരു രീതിക്കായി. അപ്പോൾ മഞ്ചേരിയിൽ അതിൻ്റെ ഓഫീസ് തുറന്നു വന്നിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചതും. ഒരു ബിസിനസ്സായിട്ട് റൺ ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഉണ്ടായിരുന്നത് നമ്മുടെ ഉള്ളിൽ.